പ്രേക്ഷകരെ നിങ്ങൾക്കൊന്നും തോന്നരുത്. എടാ നാറി റാണേ, ഇത് ഇന്ത്യയാണ്, നിന്റെ തന്തയുടെ വകയല്ല. നിനക്ക് തോന്നുമ്പം വന്ന് ഇവിടെ അങ്ങ് തീവ്രവാദം നടത്തി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അങ്ങ് തീർത്തിട്ട് പോകാമെന്ന് നീ കരുതിയോ? അതൊക്കെ 2014 മുന്നേ. 2014 ശേഷം ഇവിടെ നട്ടെല്ലും ചങ്കുറപ്പുമുള്ള ഒരു പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. പേര് നരേന്ദ്രമോദി എന്നാണ്. ആ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലം, BJP സർക്കാർ ഇന്ത്യക്ക് കാവൽ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ ഉമ്മാക്കിയും നിന്റെ ആളുകളുടെ ഉമ്മാക്കിയും കാണിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരരുത്. വന്നാൽ നിന്റെ അവസ്ഥ ഇനി എന്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് നിന്നെപ്പോലത്തെ തീവ്രവാദികളുടെ ഒന്നും തന്തയുടെ വകയല്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടത്തെ ഏതെങ്കിലും ഒരു ജനതയെ, ഏതെങ്കിലും ഒരാളുടെ ജീവൻ നീയൊക്കെ തീവ്രവാദ പ്രവർത്തനം നടത്തി തീർത്താൽ നീയൊക്കെ ഇരിക്കുന്നിടത്ത് വന്ന അജ്ഞാതന്മാർ വെടിവെച്ച് നിന്റെയൊക്കെ തലച്ചോറ് തെറിപ്പിക്കും. കാണുന്നില്ലേ ഇപ്പോ? അതായത് മുംബൈ ഭീകരാക്രമണത്തിൽ ആസൂത്രണം ചെയ്ത ആരൊക്കെയുണ്ടോ അവന്റെയൊക്കെ അടുത്ത് അജ്ഞാതന്മാർ ഓരോ ദിവസവും എത്തി പരസ്യമായി തന്നെ അവന്റെയൊക്കെ തല നല്ല പോലെ വെടിവെച്ച് ചിതറിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തീഹാർ ജയിലിൽ ചോദ്യം ചെയ്യൽ തുടങ്ങി NIA-യുടെ. ഡോവലിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഡോവല് കൂടി ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതാണ്. റാണയുടെ PP NIA ഊരിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. റാണ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോ ചർച്ചയാകുന്നത്. നീ ഒരു കുറ്റബോധവും ഇല്ല എന്ന് റാണ പറയുമ്പോൾ ആ കുറ്റബോധമില്ല എന്നുള്ളതിന് ഇന്ത്യക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞത്, അവിടെ കിടന്ന് ഇവനെ സുഖിപ്പിക്കണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്നേക്ക്, ഞങ്ങളുടെ ജനങ്ങളെ തൊട്ട, ഞങ്ങളുടെ സൈനികരെ വരെ തൊട്ട നിന്റെ അടിവേര് ഞങ്ങൾ ഇളക്കിയെടുത്ത് പുറത്തിട്ട് 64 വയസ്സായ നിന്റെ മസ്തിഷ്ക പ്രക്ഷാളനവും നടത്തി ഇനി അടുത്ത ജന്മത്തിൽ പോലും നീ തീയെന്ന് ചിന്തിക്കാത്ത തരത്തിൽ നിന്നെ മാറ്റി എടുത്ത് വധശിക്ഷയ്ക്കും വിധിച്ച് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നിന്നെ അങ്ങ് മദ്യപ്പുഴ ഒഴുകുന്നിടത്തും പിന്നെ പാൽപ്പുഴ ഒഴുകുന്നിടത്തും കൂറികളുടെ അടുത്തേക്കുമൊക്കെ ഉടൻ ഇന്ത്യൻ സർക്കാർ അയക്കും. നീ ഭയപ്പെടുകയേ വേണ്ട. ഇന്ത്യയോടാണ് കളിക്കുന്നത്. ചൊറിയല്ലേ മോനെ, നല്ല മാന്തി വിട്ടുതരും ഇന്ത്യ എന്ന് പറയുന്നത്. അതൊക്കെ കോൺഗ്രസിന്റെ കാലത്താണ് ഇവിടെ തീവ്രവാദ ശക്തികൾ കടന്ന് മേഞ്ഞു കളിച്ചത് ഇന്ത്യയിൽ. ഇത് 2014 മുതൽ ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന RSSകാരൻ ഇന്ത്യയുടെ ഭരണം കയ്യിലേന്തി. ഒപ്പം അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയും JP നദ്ദ എന്ന് പറയുന്ന BJPയുടെ ദേശീയ അധ്യക്ഷൻ, ഇപ്പൊ കേന്ദ്രമന്ത്രിയായതും രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയും ഒപ്പമുള്ളപ്പോൾ ഇന്ത്യയെ തകർക്കണമെന്ന് നീ മനസ്സിൽ ചിന്തിച്ച നടക്കുന്ന കാര്യമാണോ? നീ ചിന്തിച്ചു, നീ അത് പ്രവർത്തിച്ചു. പക്ഷേ ആ പ്രവർത്തനത്തിന് ഫലം ഇനി മുന്നോട്ട് അനുഭവിക്കുക തന്നെ ചെയ്യും. തീഹാർ ജയിലിൽ സുഖവാസമല്ല, ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പെരോട്ട, ബീഫ്, ഇതൊന്നും അല്ല. ഉണ്ട പോലും തരാതെ നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്നാണ് കേൾക്കുന്നത്. പല കാര്യങ്ങളും NIA പുറത്തു വിട്ടിട്ടില്ല. കാരണം നിന്നെ പിഴിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്, അരച്ച് കലക്കി പിഴിഞ്ഞെടുക്കുക എന്നാണ് കേൾക്കുന്നത്. അപ്പോ അമേരിക്കയിൽ നിന്ന് എത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി, അതായത് NIA ചോദ്യം ചെയ്തു തുടങ്ങി. വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008 നവംബർ 26 ഭീകരാക്രമണത്തിന്റെ ചുരുളഴിക്കാനും പാക് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും റാണയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സഹായിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതിനിടയിൽ മുംബൈ ആക്രമണം ഇന്ത്യക്കാർ അർഹിച്ചിരുന്നുവെന്ന് റാണ പറഞ്ഞതായി US നീതിന്യായ വകുപ്പ് വെളിപ്പെടുത്തുന്നുണ്ട്. മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കാർ ഇത് അർഹിക്കുന്നുവെന്നാണ് തഹാവൂർ റാണ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയോട് പറഞ്ഞതായി ഇന്ത്യ ചൂണ്ടിക്കാട്ടിയെന്ന് US നീതിന്യായ വകുപ്പിന്റെ വെളിപ്പെടുത്തൽ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 9 ഭീകരവാദികൾക്ക് പാകിസ്ഥാന്റെ ഉന്നത ബഹുമതി നൽകുമെന്ന് റാണ ഹെഡ്ലിയോട് പറഞ്ഞതായി ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ചോർത്തിയതനുസരിച്ച് ഇന്ത്യയുടെ പക്കൽ തെളിവുകളുണ്ട്. ഇരകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള നിർണായക ചുവടാണ് തഹാവൂർ റാണയുടെ അറസ്റ്റ് എന്ന്
US നീതിന്യായ വകുപ്പ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2008 മുംബൈയിൽ ഉണ്ടായത് ഇന്ത്യൻ ചരിത്രത്തിലെ ഭയാനകമായ മഹാദുരന്തമാണ്. ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബ അതായത് LET നടത്തിയ മുംബൈ ഭീകരാക്രമണത്തിൽ ഗൂഢാലോചന, കൊലപാതകം, ഭീകരാക്രമണം നടപ്പാക്കൽ, വ്യാജരേഖകൾ കെട്ടിച്ചമയ്ക്കൽ തുടങ്ങിയതടക്കം 10 കുറ്റങ്ങൾ റാണയുടെ പേരിൽ ചുമത്തിയിട്ടുണ്ടെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് ഒരു കുറ്റബോധവുമില്ല. ഇന്ത്യ കൃത്യമായി ഇതിന്റെ സൂത്രധാരൻ ഹെഡ്ലിയുടെയും റാണയുടെയും ഫോണുകൾ ചോർത്തിയെടുത്തപ്പോൾ പറയുന്നത് മരിച്ച 10 ഭീകരവാദികൾക്ക് എന്തോ വലിയ ബഹുമതി കൊടുക്കുമെന്ന്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത്രയും പേരെ കൊന്നില്ലേ, ഇന്ത്യക്കാർ ഇത് അർഹിക്കുന്നുണ്ട്. പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഇന്ത്യക്ക് മനസ്സിലായാൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഇത് പറയും. പാകിസ്ഥാൻ തീവ്രവാദത്തെ വളർത്തുന്ന രാജ്യമാണ്. ഇന്ത്യയോട് കളിച്ചതിന്റെ ഫലമായി കൊടും പട്ടിണിയിലാണ്, പിച്ചച്ചട്ടി എടുക്കുകയാണ് പാകിസ്ഥാൻ. എന്നാണ് തീവ്രവാദികളെ വളർത്തുന്നുണ്ട്, എവിടെന്നെങ്കിലുമൊക്കെ കടവും കാവലും വാങ്ങി തീവ്രവാദത്തെ വളർത്തുന്നുണ്ട്. പക്ഷേ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇന്ത്യയിൽ അജ്ഞാതന്മാർ അവിടെ എത്തി ഓരോന്നിനെയായി ചുട്ടു തീർക്കുകയാണ്. ഒരു തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് എല്ലാ രാജ്യങ്ങളിലും നരേന്ദ്രമോദി പോകുമ്പോൾ നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്നത് അതാണ്. തീവ്രവാദത്തെ വച്ചുപുറപ്പിക്കില്ല. തീവ്രവാദത്തെ എതിർക്കുന്ന ഏത് രാജ്യമുണ്ടെങ്കിലും ആ രാജ്യത്തോടൊപ്പമാകും ഇന്ത്യ നിൽക്കുന്നത് എന്ന്. ഇന്ത്യയെ ചൊറിയാൻ വന്നാൽ, ഇന്ത്യയെ തൊട്ട് കളിക്കാൻ വന്നാൽ, ഏത് കൊമ്പത്തെ റാണയാണെങ്കിലും, ഏത് തീവ്രവാദികളുമായി ബന്ധമുള്ള റാണയാണെങ്കിലും, ഏത് പാകിസ്ഥാനുമായി ബന്ധമുള്ള റാണയാണെങ്കിലും അവന്റെ ഒക്കെ പരിപ്പെടുത്ത് ഇന്ത്യ വിടൂ. ഇന്ത്യ റാണയുടെ പിന്നിലായതിന്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ, അതായത് US സേന വരെ ഇന്ത്യക്കൊപ്പം റാണയെ കൊണ്ടുവരാൻ സഹായത്തിനായി ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇന്ത്യക്കാരെ, ഇന്ത്യയിലെ സൈനികരെ തൊട്ട ഈ കൊടും ക്രിമിനലിനെ കൊണ്ടുവരാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമേരിക്കയിലെ ഏറ്റവും മിടുക്കരായ സേനാ അംഗങ്ങൾ കൂടി ഇന്ത്യയിലെ മിടുക്കരായ സൈനികരോടും സേനാ അംഗങ്ങളോടും ഒപ്പം ആ ജെറ്റ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, റാണയിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. കൊച്ചിയിലെത്തി എന്തിനാണ്, കൊച്ചിയിൽ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുപിള്ള ആരായിരുന്നു, കൊച്ചിയിൽ എന്തിനാണ് വന്നത്, ഏതൊക്കെ നിരോധിത തീവ്രവാദ സംഘടനയുടെ നേതാക്കൾ കണ്ടു, അവരുമായി എന്തൊക്കെ ആസൂത്രണം ചെയ്തു, മുംബൈ ഭീകരാക്രമണം മാത്രമാണോ ആസൂത്രണം ചെയ്തത്, ഇന്ത്യയെ തകർക്കാൻ വേറെ എന്തൊക്കെ പദ്ധതികൾ പാകിസ്ഥാനുമായി ചേർന്ന് റാണയും ഹെഡ്ലിയും നടത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും എന്നയുടെ ചോദ്യം ചെയ്യൽ കഴിയില്ല. ഇതിങ്ങനെ നീണ്ടുപോകും. പിഴിഞ്ഞ് ചാറ് വരെ ഊറ്റിയെടുക്കും. എടുത്തതിന് ശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കാൻ വഴിയുള്ളൂ എന്നാണ് അറിയുന്നത്. അതായത് ഇന്നലെ റാണ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നല്ലത് അമേരിക്കയിലിട്ട് തന്നെ തൂക്കിക്കൊല്ലുന്നതാണ്. കാരണം ഇന്ത്യൻ ജയിലുകൾ വധശിക്ഷയ്ക്ക് തുല്യമാണ്. ഇവിടെ സുഖിച്ച് തിന്നാനല്ല. ഇവിടുത്തെ ആളുകളെ കൊന്നിട്ട് അമേരിക്കൻ ജയിലിൽ 3 നേരം ഭക്ഷണം കിട്ടി സുഖിച്ച് AC റൂമിൽ കിടന്നതുപോലെ അല്ല. ഇവിടെ ജയിലറ എന്ന് പറയുന്നത് നിന്നെപ്പോലുള്ളവന്മാരെ അങ്ങ് കല്ലറയ്ക്കുള്ളിൽ തള്ളിയിട്ട് ഏതൊക്കെ തരത്തിൽ ഇന്ത്യക്ക് തീർക്കാൻ കഴിയുമോ. കാരണം ഇന്ത്യ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു വക്കീലിനെ വെച്ചു കൊടുത്തു, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നീ ഒന്നും രക്ഷപ്പെടില്ല. കാരണം പാകിസ്ഥാൻ നിന്റെയൊക്കെ തന്തയുടെ വകയാകും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഒരു ഇന്ത്യക്കാരന് നൊന്താൽ ഇവിടുത്തെ പ്രധാനമന്ത്രി 1000 തീവ്രവാദികളുടെ തലയിറക്കും.